أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. സ്നേഹമുള്ള വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമെന്ന് ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകളിലൂടെ കടന്നു പോവുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ഖുതുബയിൽ ഉദ്ദേശിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ ചേർത്ത് പിടിക്കേണ്ട, നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ട, പ്രാവർത്തികമാക്കേണ്ട ഏതാനും ചില സൂക്തങ്ങൾ. ഒരുപക്ഷെ നമ്മളെ ജീവിതത്തിൽ ഒരുപാട് തവണ ഓതിയ ആയത്തുകളായിരിക്കാം. പക്ഷെ അത് നമ്മളെ ജീവിതത്തോട് എത്രമാത്രം അടുത്തു നിൽക്കുന്നുണ്ട് എന്നും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആ ആയത്തുകൾ, അള്ളാഹുവിൻ്റെ കലാമുകൾ, വചനങ്ങൾ എത്രമേൽ നമ്മൾ പ്രായോഗികവൽക്കരിക്കേണ്ടതുണ്ട് എന്നും ഇൻഷാ അല്ലാഹ് നമുക്ക് ബോധ്യമാകും. ഒരിക്കൽ മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ബസ്രയിലെ പള്ളിയിൽ അദ്ദേഹം ഇരിക്കുന്ന രംഗം ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അപ്പം അദ്ദേഹം പള്ളിയിൽ ഇരിക്കുന്ന സമയത്തൊരു വ്യക്തി വന്നുകൊണ്ട് അദ്ദേഹത്തോട് പരാതി പറയുകയാണ്. ഭയങ്കര വരൾച്ചയാണ്, അപ്പം അതുകൊണ്ട് അങ്ങ് ഒരു പരിഹാരം പറഞ്ഞു തരണം, അല്ലെങ്കിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നതാണ്. അപ്പം അദ്ദേഹം ആ വന്ന ആളോട് പറഞ്ഞു, ഇസ്തഗ്ഫിരില്ലാ, നീ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിന് തേടിക്കോ എന്ന് അദ്ദേഹത്തെ ഉപദേശിച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വശക്ക ഇലൈഹി ആഖർ അൽ ഫഖർ, കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റൊരാൾ വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഭയങ്കര ദാരിദ്ര്യമാണ്, പ്രയാസമാണ്, സാമ്പത്തികമായി ബുദ്ധിമുട്ടിലാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇസ്തഗ്ഫിരില്ലാ, നീ ഇസ്തിഗ്ഫാറിന് തേടിക്കോ. അപ്പം ഈ സംഭവം ഉദ്ധരിക്കുന്ന ആൾ പറയാണ്, കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റൊരാൾ അദ്ദേഹത്തിൻ്റെ അരികിൽ വന്നു. നമുക്കറിയാം ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി താബിഈ വര്യനാണ്, വലിയ ആബിദായിരുന്ന, ആലിമായിരുന്ന, ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്കൊക്കെ പേര് കേട്ട വലിയ പണ്ഡിതനാണ് ഹസനുൽ ബസ്രി. അപ്പം അദ്ദേഹത്തോടാണ് ഉപദേശം ചോദിക്കുന്നത്. മറ്റൊരാൾ വന്നിട്ട് അദ്ദേഹത്തോട് പരാതി പറഞ്ഞു, ദുഅല്ലാഹ യർസുഖനി വലദൻ, കുട്ടികളില്ല, കുറേ കാലമായി കുഞ്ഞിക്കാല് കാണണമെന്ന ആഗ്രഹമുണ്ട്. ഈ പറഞ്ഞതെല്ലാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകുന്ന പ്രയാസങ്ങളാണ്. ഒരാൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക്, ഒന്നല്ലെങ്കിൽ മറ്റൊന്ന്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇസ്തഗ്ഫിരില്ലാ, നീ ഇസ്തിഗ്ഫാറിന് തേടിക്കോ, കുട്ടി ഉണ്ടാവും. അള്ളാഹിനോട് പാപങ്ങൾ പൊറുക്കലിനെ തേടിക്കോ, എനിക്ക് കുട്ടി ഉണ്ടാവും. വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, വശക്ക ഇലൈഹി ആഖർ ജഫാഫ ബുസ്താനി, തോട്ടക്കാകെ വരണ്ട് കിടക്കുകയാണ്, ആകെ ഉണങ്ങിപ്പോയി, വേണ്ട വിചാരിച്ചത്ര വിളവൊന്നും അല്ലെങ്കിൽ അതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെയാണല്ലോ, നമ്മൾ പുള കുത്തിയാൽ, വായ വെച്ചാൽ, അല്ലെങ്കിൽ വർഷത്തിൽ തെങ്ങ് തോട്ടം കൊടുക്കുന്ന സമയത്ത്, അടക്ക കൊടുക്കുന്ന സമയത്ത് കച്ചവടത്തിന് വരുമ്പോൾ കഴിഞ്ഞ വർഷത്തെക്കാളും ഈ വർഷത്തെക്കുറിച്ച് നമ്മൾ വിലയിരുത്താറുണ്ട്. നമ്മളൊക്കെ എപ്പോഴും നമ്മളിലേക്ക് അധികം ആളുകൾ കർഷകരുമാണ്, കൃഷി ചെയ്യുന്ന ആളുകളാണ്, കുറച്ചും കൂടുതലൊക്കെ ആയിട്ട്. അപ്പം അങ്ങനത്തെ ഒരു നാട്ടുംപുറത്തുകാരനായ ഒരു കർഷകൻ്റെ പരാതി അദ്ദേഹം വന്ന് പറയാണ്, തോട്ടത്തിൽ വിചാരിച്ച പോലെ ഈ വർഷത്തിൽ വിളവില്ല. അപ്പം അദ്ദേഹം പറഞ്ഞു, അത്രേ, ഇസ്തഗ്ഫിരില്ലാ, നീ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിന് തേടിക്കോ. അപ്പം അദ്ദേഹം പറയണേ, ഞങ്ങൾ ഓരോരുത്തരും വന്ന് എല്ലാ പരാതിക്കും ഉത്തരം ഒന്നാണ്, എല്ലാ പ്രയാസത്തിനും മരുന്നൊന്നാണ്. അപ്പം ഇങ്ങനെ കേട്ടപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഫഖുൽനാ ലഹു ഫി ദാലിക്, എന്താണ് ഷെയ്ഖ്, ഓരോരുത്തർ വന്ന് പറയുമ്പോഴും പരിഹാരം എല്ലാവർക്കും ഒന്നാണല്ലോ, എന്താ നിങ്ങൾ അങ്ങനെ പറയാനുള്ള കാരണം? അപ്പം അദ്ദേഹം പറഞ്ഞു, മാ ഖുൽതു മിൻ ഇൻദി ഷൈഅൻ, ഞാൻ എൻ്റെ വകൊന്നും പറഞ്ഞിട്ടില്ല. എന്നോട് ആര് പരാതി പറഞ്ഞോ അവരോട് ഞാൻ പറഞ്ഞ പരിഹാരങ്ങളൊന്നും എൻ്റെ അടുത്ത് നിർത്തി കൊടുത്തതല്ല. പിന്നെ ഞാൻ എന്താണത് പറയാനുള്ള കാരണം? ഇന്നല്ലാഹ തആല യഖൂൽ ഫീ സൂറത്തി നൂഹ്,
സൂറത്തു നൂഹിൽ അള്ളാഹ് പറഞ്ഞു, നിങ്ങൾ കേട്ടിട്ടില്ലേ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ജനതയോട് പറയുന്ന ചില വാക്കുകളുണ്ട്. അതാണ് എനിക്കും എന്നോട് പരാതി പറഞ്ഞ ആളുകൾക്ക് പരിഹാരം പറയാനുള്ളത്. എന്താണ് പരിഹാരം? ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിദുകും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാതിൻ വയജ്അൽ ലക്കും അൻഹാറാ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ജനതയോട് അവർ അള്ളാഹിലേക്ക് ക്ഷണിക്കുകയാണ്. ക്ഷണിച്ചിട്ട് അള്ളാഹു അല്ലാത്ത ഒരു വിഭാഗത്തോട് പ്രാർത്ഥിച്ചിരുന്ന, പടച്ചവനിലേക്ക് മുഖം തിരിക്കാതിരുന്ന ഒരു സമൂഹം, അവരോട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനെ പരിചയപ്പെടുത്താൻ, നിങ്ങൾ അള്ളാഹിനോട് പ്രാർത്ഥിച്ചോളി, നിങ്ങൾ അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ തേടിക്കോളി. നിങ്ങൾ മുഴുവനായി പാപങ്ങളിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണ്. ഏറ്റവും വലിയ പാപം അള്ളാഹ്ക്ക് കൊടുക്കേണ്ട ഇബാദത്ത് നിങ്ങൾ അള്ളല്ലാത്തവർക്ക് കൊടുക്കുകയാണ്. വദ്ദിനും സുവാഇനും യഗൂസിനും യഊഖിനും നസ്റിനുമൊക്കെ നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന കൊടുക്കുകയാണ്. അത് ചെയ്യരുത്, അപകടമാണ്. വലിയ അബദ്ധത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്, ദുനിയാവിലും ആഖിറത്തിലും. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹിനോട് ഇസ്തിഗ്ഫാറിനെ തേടണം. നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടിയാൽ നിങ്ങൾക്ക് എന്താണ് കിട്ടുക? ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. അള്ളാഹ് നിങ്ങൾക്ക് പുറത്തു തരും. നിങ്ങൾ എത്രമേൽ പാപം ചെയ്താലും അള്ളാഹ് നിങ്ങൾക്ക് പുറത്തു തരും. ഇനി നമുക്കും കൂടെ ഉള്ള പോയിന്റാണ്, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുന്ന ഒരാൾക്ക് അള്ളാഹ് ഇസ്തിഗ്ഫാറിനെ മാത്രമല്ല കൊടുക്കുക. നമ്മളോട് തെറ്റ് ചെയ്ത ഒരാൾക്ക് നമ്മൾ മാപ്പ് കൊടുക്കും. മാക്സിമം നമ്മൾ എന്താ കൊടുക്കുക? മാപ്പ് കൊടുക്കും, അല്ലേ? നമ്മളോട് ഒരാൾ തെറ്റ് ചെയ്താൽ അയാൾ സോറി പറഞ്ഞാൽ, അയാൾ നമ്മളോട് എക്സ്ക്യൂസ് പറഞ്ഞാൽ നമ്മൾ അയാൾക്ക് പരമാവധി എന്താ കൊടുക്കുകയാണ്? പരമാവധി കൊടുക്കുന്നത് മാപ്പാണ്. എന്നാ മാപ്പും 10 ഉറുപ്പിക നമ്മൾ കൊടുക്കലുണ്ടോ? അല്ലേ? മാപ്പും വേറെ എന്തെങ്കിലും നമ്മൾ കൊടുക്കുമോ? ഇല്ല, മാപ്പ് കൊടുക്കും പരമാവധി. അള്ളാഹ് അങ്ങനെയല്ല. അള്ളാഹുവിനോട് എത്ര തെറ്റ് ചെയ്താലും അള്ളാഹു ഇസ്തിഗ്ഫാറിനെ കൊടുക്കും. അതിന്റെ കൂടെ എന്ത് കൊടുക്കും? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തുടർന്ന് അവരോട് പറയണം, അത്രമേൽ പാപികളായ ഒരു ജനത, അള്ളാഹു മുക്കിക്കളഞ്ഞ ഒരു ജനത, ആ ജനതയാണെങ്കിൽ പോലും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിന്റെ മുഖത്തോടു കൂടെ തിരിഞ്ഞാൽ അള്ളാഹു അവർക്ക് പിന്നെന്തൊക്കെയാ കൊടുക്കുക? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാൻ, അതാണ് എനിക്ക് എന്നോട് പരാതി പറഞ്ഞ ആൾക്കാരോട് പറയാനുള്ളത്. മഹാനായ ഹസനുൽ ബസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, എന്താണ്? ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. അള്ളാഹ് പുറത്തേരും. പുറത്തേരെ മാത്രമല്ല ചെയ്യുക. ആദ്യത്തെ ആൾ എന്താ പരാതി പറഞ്ഞത്? ആകെ വറ്റി വരണ്ട് കിടക്കുകയാണ്, മഴയല്ല, പ്രയാസാണ്, വരൾച്ചയാണ്. ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ. നിങ്ങൾക്ക് നന്നായിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് വെള്ളത്തെ പടച്ച് റബ്ബിറക്കി തരും, മഴ വർഷിക്കും, നിങ്ങൾക്ക് മഴ കിട്ടും, നിങ്ങൾക്ക് മഴ കിട്ടും. വയുംദിദുകും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാതിൻ വയജ്അൽ ലക്കും അൻഹാറാ. പിന്നെന്താ നിങ്ങൾക്ക് കിട്ടുക? വയുംദിദുകും ബിഅംവാലിൻ. ഒരാളെന്താ എന്ന് പറഞ്ഞത്? ഭയങ്കര ഫഖറാണ്, ഭയങ്കര ദാരിദ്ര്യമാണ്. ദാരിദ്ര്യമല്ലേ? അള്ളാഹുവിന്റെ ഇസ്തിഗ്ഫാർ തേടിക്കോ. വയുംദിദുകും ബിഅംവാൽ, നിങ്ങൾക്ക് അള്ളാഹ് മുതൽ നൽകും, മുതൽ നൽകും. പിന്നെയോ വബനീൻ, മക്കളെയും തരും പടച്ച റബ്ബ്, മക്കളെയും നിങ്ങൾക്ക് പടച്ച റബ്ബ് നൽകും. വയജ്അൽ ലക്കും ജന്നാതിൻ വയജ്അൽ ലക്കും അൻഹാറാ. അല്ലാഹ് നിങ്ങൾക്ക് എന്ത് തരും? തോട്ടങ്ങൾ നൽകും, സമൃദ്ധമായി കായ്കനികളുള്ള ഫലം കിട്ടുന്ന തോട്ടങ്ങളും അതിനെ വേണ്ട ആവശ്യത്തിനുള്ള വെള്ളം നൽകുന്ന നദികളും പുഴകളുമൊക്കെ സമൃദ്ധമായ വെള്ളമുള്ള അവസ്ഥകൾ റബ്ബ് നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. എന്ത് ചെയ്യണം നിങ്ങൾ? ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടണം. സഹോദരങ്ങളെ, ഈ ഒരൊറ്റ 4 ആയത്ത് മാത്രം നമ്മുടെ മനസ്സിലുണ്ടായാൽ മതി. എന്നിട്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്? മലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ. എന്നിട്ട് എന്താ നിങ്ങൾക്ക് അള്ളാഹിനെ കുറിച്ചൊരു ഗൗരവമില്ലാത്തത്? ഇത്രമേൽ അനുഗ്രഹങ്ങൾ നൽകുന്നവൻ ആരാണ്? ആകാശത്ത് കാർമേഘങ്ങൾ ഇങ്ങനെ കുമിഞ്ഞുകൂടി വന്നിട്ട് നമ്മൾ വിചാരിച്ചു പെയ്യുന്നു, അതിങ്ങനെ നീങ്ങനില്ലാതെയായി പോയി, അല്ലേ? ആർക്കേ വർഷിപ്പിക്കാൻ സാധിക്കുള്ളൂ? ആർക്കേ കാർമേഘങ്ങളെ കുമിഞ്ഞുകൂടി നിൽക്കുന്ന അവസ്ഥയിലേക്ക്, ആകാശത്തെ അത്രമേൽ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ ആർക്കേ സാധിക്കുള്ളൂ? അള്ളാഹ്ക്കേ സാധിക്കുള്ളൂ. ആർക്കേ അതിനെ വർഷിപ്പിക്കാൻ സാധിക്കുള്ളൂ? അള്ളാഹ്ക്കേ സാധിക്കുള്ളൂ. എങ്ങനെയാണ് വർഷിപ്പിക്കുന്നത്? മേഘമായി വലിയ കട്ടകളായി അതങ്ങ് വർഷിച്ചിരുന്നു എങ്കിൽ ഒന്നുമില്ലാതെയായി പോകുമായിരുന്നു. ഇല്ല, നമുക്കനുയോജ്യമായ രൂപത്തിൽ, ഓരോ സൃഷ്ടിജാലങ്ങൾക്കും അനുയോജ്യമായ രൂപത്തിൽ, വളരെ സാവകാശം, ഏറ്റവും നല്ല രൂപത്തിൽ, നമ്മൾക്ക് കുളിർമയേകുന്ന രൂപത്തിൽ
ആരാണ് അതിനെങ്ങോട്ട് വർഷിപ്പിച്ചത്? അള്ളാഹുവാണ്. ഫഖുൽതു അസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ. വേണ്ട പോലെ ഇറക്കി തരുന്നത്. വയുംതിദുക്കും ബിഅംവാലിൻ വബനീൻ. നിങ്ങൾക്ക് സമ്പത്തും കിട്ടും, നിങ്ങൾക്ക് മക്കളെയും കിട്ടും, നിങ്ങൾക്ക് തോട്ടങ്ങളും കിട്ടും, പുഴകളും നദികളും നിങ്ങൾക്ക് കിട്ടും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടണം. സഹോദരങ്ങളെ, നമ്മളെപ്പോഴും പ്രയാസങ്ങളാണ്, നമുക്ക് എപ്പോഴും ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുക, അല്ലേ? പ്രതിസന്ധികളാണ് പറയാനുണ്ടാകുക. മക്കളെക്കുറിച്ചുള്ള പ്രയാസം, നമ്മുടെ ജോലിനെ കുറിച്ചുള്ള പ്രയാസം, കച്ചവടത്തെക്കുറിച്ചുള്ള പ്രയാസം, ബിസിനസ്സിനെ കുറിച്ചുള്ള പ്രയാസം, എപ്പോഴും നമ്മൾക്ക് ആശങ്കകളാണ് ഉണ്ടാകുക. ഈ ആശങ്കകൾക്കൊക്കെ പരിഹാരം എന്താണ്? ഈ ഒരൊറ്റ ആയത്താണ്. ഈ ഒരൊറ്റ ആയത്തിൽ പരിഹാരമുണ്ട്. ഒന്നേ നമ്മൾ നിർവഹിക്കേണ്ടതുള്ളൂ, അള്ളാഹുവിലേക്ക് ധാരാളം ഇസ്തിഗ്ഫാറുകളുമായി കൊണ്ട് നമ്മൾ എടുക്കുക. ഇസ്തിഗ്ഫാറിന് മറ്റെല്ലാത്തിനേക്കാളും വലിയ ശക്തിയുണ്ട്. എന്തുകൊണ്ടാണ്? ഒരടിമ ഉടമയിലേക്ക് മനസ്സറിഞ്ഞടുക്കുന്ന നിമിഷത്തിന്റെ പേരാണ് ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്. അസ്തഗ്ഫിറുല്ലാ 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 എന്ന് പറയണ ഹൃദയമറിയാത്ത ചലനങ്ങളുടെ പേരല്ല ഇസ്തിഗ്ഫാർ. മനസ്സിലായോ? ഹൃദയമറിയാത്ത നാവിന്റെ ചലനത്തിന് പറയുന്ന പേരല്ല ഇസ്തിഗ്ഫാർ. നമ്മൾ അസ്തഗ്ഫിറുല്ലാ എന്ന് പറയേണ്ടി വരില്ല, പക്ഷെ ചിലത് ഇസ്തിഗ്ഫാറായി മാറും. ഇസ്തിഗ്ഫാർ എന്താണ്? ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ ചെയ്തു പോയ തെറ്റുകളിൽ മനസ്സറിഞ്ഞുകൊണ്ടുള്ള ഖേദവും ഇസ്തിഗ്ഫാറാണ്. ചിലപ്പോൾ ഇസ്തിഗ്ഫാർ ആവൂല, അല്ലെ? അസ്തഗ്ഫിറു, പടച്ചവനെ നീ പുറത്തു കൊണ്ടാന്ന് പറയേണ്ടി വരൂല. നമ്മൾ അടുത്തറിഞ്ഞാൽ മതി, ഞാനൊരു പാപിയാണ്, തെറ്റുകാരനാണ് എന്ന്. വനാദാ ഫിദ്ദുലുമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയണോ? ഇല്ല. വനാദാ ഫിദ്ദുലുമാത്, ആഴിയുടെ അഗാധതകളിൽ നിന്നും ആ പ്രവാചകൻ ഉരുവിട്ടു. എന്താ ഉരുവിട്ടത്? അല്ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ഒരു ഇലാഹില്ല റബ്ബേ, ആരാധനക്കർഹൻ നീ മാത്രമാണ് നാഥ. സുബ്ഹാനക, നീ പരിശുദ്ധനാണ്. ഇന്നി കുന്തു മിനൽ ളാലിമീൻ, തെറ്റുകാരനായി പോയി റബ്ബേ, ചെയ്തു പോയി നാഥ. അടുത്തറിഞ്ഞു, അത് റബ്ബിനോട് ഏറ്റുപറഞ്ഞു. അത് ഇസ്തിഗ്ഫാറാണ്, അത് ഇസ്തിഗ്ഫാറാണ്. ഫനജ്ജൈനാഹു, എന്തല്ലാ പറഞ്ഞത്? ഞാൻ അവനെ, യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു രക്ഷിച്ചു. അങ്ങനെ ആയത്ത് അവസാനിപ്പിച്ചത് ഫകദാലിക നുൻജിൽ മുഅ്മിനീൻ, അങ്ങനെയാണ് ഞാൻ മുഅ്മിനീങ്ങളെ കൈച്ചിലാക്കുക. മനസ്സിലായോ? അപ്പൊ ഞാൻ പറഞ്ഞത് സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തില്, വീട്ടില്, നാട്ടില്, വ്യക്തി ജീവിതത്തില്, സമ്പത്തില്, മക്കളില്, അടുക്കളയില്, ബെഡ്റൂമില്, ഡൈനിങ് ഹാളില്, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ രാത്രി ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധങ്ങളിലെ വിള്ളലുകളില് ഒക്കെ നമ്മൾ ആദ്യം പോകേണ്ടത് അള്ളാഹ്ക്ക് കൊടുത്ത കരാറിൽ നമ്മൾ എവിടെയെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ എന്നുള്ളതിലേക്കാണ്. അള്ളാഹുലേക്ക് നമ്മൾ ധാരാളം ഇസ്തിഗ്ഫാറുമായി കൊണ്ടെടുക്കുക. മഹാനായ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും തന്റെ ഖൗമിനോട് അതാ പറയേണ്ടിയിരുന്നത്. എന്താ പറഞ്ഞത്? വയാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി, എന്റെ സമുദായമേ, എന്റെ സമൂഹമേ, നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടുക, നിങ്ങൾ തൗബ ചെയ്യുക. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയസിദുക്കും ഖുവ്വതൻ ഇലാ ഖുവ്വതിക്കും, നിങ്ങൾക്ക് ധാരാളമായി മഴ കിട്ടും. എന്താ മഴ പറയാനുള്ള കാരണം? മഴയാണ് ബർക്കത്തിന്റെ അസ്ൽ എന്ന് പറയുന്നത്, അല്ലേ? എല്ലാ ബർക്കത്തുകളുടെയും അടിസ്ഥാനം എന്താണ്? വരണ്ട് കിടന്നിരുന്ന ഭൂമിയിലേക്ക് മഴ വർഷിക്കുന്നതോടുകൂടെ ഒരാഴ്ച കൊണ്ട് അങ്ങേയറ്റത്തെ പച്ചപ്പ് അവിടെ നമ്മൾ കാണുകയാണ്. മനുഷ്യരെല്ലാവർക്കും റാഹത്താകാൻ, ജീവജാലങ്ങൾക്ക് ആശ്വാസമാവുകയാണ്, അല്ലേ? ആശ്വാസമാവുകയാണ്. അസ്ലാണ്, ബർക്കത്തിന്റെ അസ്ലാണ് മഴ എന്ന് പറയുന്നത്. ജീവന്റെ അടിസ്ഥാനമാണ് വെള്ളം എന്ന് പറയുന്നത്. അത് പടച്ച റബ്ബ് നൽകുമെന്നാണ്. എല്ലാ അനുഗ്രഹങ്ങളും റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂൽ മൻ ലസിമൽ ഇസ്തിഗ്ഫാർ, ഒരാൾ ധാരാളമായി ഇസ്തിഗ്ഫാറിനെ തേടിയാൽ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജ, എന്ത് പ്രയാസം നമ്മൾക്കുണ്ടോ അള്ളാഹ് നമുക്കത് തുറവി കാണിച്ചു തരും. മിൻ കുല്ലി ഹമ്മിൻ, മനസ്സിലായോ? പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്കെന്താ ഉള്ളത്? നമുക്കാണ് നമ്മുടെ ഉള്ളിലെ പ്രയാസങ്ങൾ നമ്മൾക്കാണ് അറിയാം. ആൾക്കാർക്ക് എന്നെ കാണുമ്പോൾ തോന്നുന്നു, എന്തായാലേ മൂപ്പർക്ക് സുഖം, മൂപ്പർക്ക് നല്ല വരുമാനം വരുന്നുണ്ട്, മൂപ്പർക്ക് നല്ല വീടുണ്ട്, നല്ല വാഹനമുണ്ട്, ഒക്കെ ഇങ്ങനെ ആൾക്കാർക്ക് ദൂരം നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല ഉഷാറായിക്കാരം, നല്ല ഡ്രസ്സാണ്, എപ്പോഴും നല്ല ഉഷാറാണ്. പക്ഷെ നമ്മുടെ ഉള്ളിലെ പൊട്ടിത്തെറികളെ കുറിച്ച് നമുക്ക് മാത്രമേ അറിയുള്ളൂ. നമ്മുടെ ഉൾവലിവുകളെ കുറിച്ച് നമ്മൾക്ക് മാത്രമേ അറിയുള്ളൂ. അത് പങ്കുവെക്കാനുള്ള ഇടമാണ് നാഥന്റെ മുമ്പിൽ. എങ്ങനെ? ഇസ്തിഗ്ഫാറോടുകൂടെ. അത് പരിഹാരം ഉണ്ട് എന്നാണ്. ചിലതൊക്കെ നമുക്ക് ചിലരോട് പറയാൻ പ്രയാസീകരം.
നമ്മളെ സ്റ്റാറ്റസും നമ്മളെ അവസ്ഥയൊക്കെ വെച്ചിട്ട് ഇനിയിപ്പോൾ അതൊന്നും പറയാം, അങ്ങനെ കഴിഞ്ഞുകൂടില്ല. പറയാനൊരു ഇടണ്ട്, ആ ഇടമാണ് റബ്ബ്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, മൻ ലസിമൽ ഇസ്തിഗ്ഫാർ, ഒരാൾ ഇസ്തിഗ്ഫാറിനെ ധാരാളമാക്കിയാൽ. എന്താ ഇസ്തിഗ്ഫാർ? അസ്തഗ്ഫിറുല്ലാഹ് 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 അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി റബ്ബിഗ്ഫിർലി റബ്ബിഗ്ഫിർലി റബ്ബിഗ്ഫിർലി. പറയാൻ വല്ല പണിയുണ്ടോ? അങ്ങനെ പറഞ്ഞാൽ അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹിയാണ് പറയുന്നത്. എന്താ പറയുന്നത്? ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ മഖ്റജ. എല്ലാ ഹമ്മ്, എന്താ ഹമ്മ് എന്ന് പറഞ്ഞാല്? ഹമ്മ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് കാണാതെ ഉള്ളിൽ ഉരുണ്ടുകൂടി നിൽക്കുന്നതിന്റെ പേരാണ് ഹമ്മ്. പുറത്തേക്ക് കാണൂല, ഹൃദയത്തിന്റെ ഉള്ളിൽ ഉരുണ്ടുകൂടി നിൽക്കുന്ന നമ്മുടെ വ്യതകളില്ലേ, നമ്മുടെ പ്രയാസങ്ങളില്ലേ, നമ്മുടെ ആശങ്കകളില്ലേ, അതിനാണ് ഹമ്മ് എന്ന് പറയാം. മിൻ കുല്ലി ഹമ്മിൻ മഖ്റജ. പുറത്തേക്കാണ് ചാടി കിട്ടാതെ നീങ്ങൂല. നമ്മൾ കാണാത്ത പ്രതിബന്ധങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്, നീങ്ങണില്ല. എണീക്കളോട് നീക്കാൻ തോന്നണില്ല, പുറത്തേക്ക് ഇറങ്ങാൻ തോന്നണില്ല, സംസാരിക്കാൻ തോന്നണില്ല. എന്താ തോന്നാത്തത്? വായില്ലാത്തോണ്ടാ? അല്ല. പിന്നെന്തുകൊണ്ടാണ്? നമ്മൾക്ക് രോഗമില്ലാത്തോണ്ടാ? അല്ല. എന്താ? ഉള്ളിൽ എന്തൊക്കെയോ ചിലതുണ്ട്. അത് നമ്മളെ എണീക്കാനും നടക്കാനും ഒന്നിനും സാധിക്കണില്ല. ആകെ ടെൻഷനാണ്. മിൻ കുല്ലി ഹമ്മിൻ മഖ്റജ. എല്ലാ പ്രയാസങ്ങൾക്കും എല്ലാ ആശങ്കകൾക്കും അള്ളാഹ് പരിഹാരം ഉണ്ടാക്കി തരും. വമിൻ കുല്ലി ലീഖിൻ മഖ്റജ. ഏത് ഇടുങ്ങിയ വഴിയെയും അള്ളാഹു നമുക്ക് വിശാലാക്കി തരും. ഏത് ഇടുങ്ങിയ വഴിയും അള്ളാഹു നമുക്ക് വിശാലാക്കി തരും. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. വിചാരിക്കാത്ത വഴിയിൽ നിന്ന് റബ്ബ് നമ്മൾക്ക് റിസ്ഖിനെ കൊണ്ടുവന്നു തരും. റബ്ബ് നമ്മൾക്ക് റിസ്ഖിനെ കൊണ്ടുവന്നു തരും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അതുകൊണ്ട് ധാരാളം നമ്മൾ ഇസ്തിഗ്ഫാറിനെ തേടുക. അള്ളാഹുവിനോട് ധാരാളമായിക്കൊണ്ട് നമ്മൾ ഇസ്തിഗ്ഫാറിനെ തേടുക. ഇസ്തിഗ്ഫാർ എങ്ങനെ? മഹാനായ ഹസനുൽ ബസ്രി തന്നെ പറയാണ്. ഈ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ പറയാണ്, അക്സിറൂ മിനൽ ഇസ്തിഗ്ഫാർ. നിങ്ങൾ ഇസ്തിഗ്ഫാർ ധാരാളമാക്കിക്കോളൂ. എവിടെ? ഫീ ബുയൂതിക്കും വഫീ മവാഇദിക്കും വഫീ അസ്വാഖിക്കും വഫീ മജാലിസിക്കും ഫഇന്നകും ലാ തദറൂന മതാ തൻസിലുൽ മഗ്ഫിറ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും വീട്ടിലും ഭക്ഷണം കഴിക്കുന്ന സമയത്തും വണ്ടിയിൽ പോകുമ്പോഴും അങ്ങാടിയിലാകുമ്പോഴും ഒക്കെ നിങ്ങൾ ഇസ്തിഗ്ഫാർ ധാരാളമാക്കിക്കോളൂ. നിങ്ങൾക്കറിയില്ല മതാ തൻസിലുൽ മഗ്ഫിറ, മഗ്ഫിറത്തിന് എപ്പോഴാണ് ഇറങ്ങുക, എപ്പോഴാണ് മഗ്ഫിറത്തിനെ കിട്ടാൻ. മഗ്ഫിറത്തിനെ കിട്ടുമ്പോൾ മഗ്ഫിറത്തിനെ മാത്രമായിരിക്കൂല കിട്ടുക, ജീവിതത്തിലേക്കുള്ള ബറക്കാത്തുകൾ കൂടെ വന്നിറങ്ങും. ജീവിതത്തിലേക്കുള്ള ബറക്കാത്തുകൾ കൂടെ വന്നിറങ്ങും. പ്രയാസങ്ങളില്ലാത്ത ഒരാളില്ല. എല്ലാവർക്കും ബുദ്ധിമുട്ടുകളുണ്ട്, വ്യത്യസ്തമായിരിക്കും. എൻ്റെ പ്രയാസം തൊട്ടടുത്തിരിക്കുന്നതിനൊരു പ്രയാസിയായിക്കൊള്ളുന്നില്ല. എല്ലാം ആപേക്ഷികമാണ്, അല്ലേ? എനിക്ക് 50,000 രൂപ വലിയ താങ്ങിയ പൊന്താത്തൊരു സംഗതിയാണെങ്കിൽ 10 ലക്ഷം രൂപ ബാങ്ക് ബാലൻസ് ഉള്ളവന് എൻ്റെ 50,000 വല്ല ആശങ്കയുണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഒരു പ്രയാസം ഉണ്ടാവില്ല. ആപേക്ഷികമാണ്, മാനസികാവസ്ഥകൾക്കനുസരിച്ചാണ് എല്ലാവരുടെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും. ഒരാൾക്ക് ബുദ്ധിമുട്ടുള്ളത് ഒരാൾക്കൊരു ബുദ്ധിമുട്ടേ ആയിക്കൊള്ളാമെന്നില്ല. പക്ഷെ എനിക്കത് പ്രയാസമാണ്, അത് നീങ്ങണമെന്നുണ്ടെങ്കിൽ ഇസ്തിഗ്ഫാർ ധാരാളമാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്ത് പറയാണ്, പ്രവാചകൻ ധാരാളം ഇസ്തിഗ്ഫാറിനെ തേടിയിരുന്നു. പാപം ചെയ്തിട്ടാ? അല്ല. അപ്പം എന്തുകൊണ്ടാണ്? റഹ്മാത്തുകളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങളുടെ വഴിയാണ് ഇസ്തിഗ്ഫാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 70-100 തവണയൊക്കെ ഇരുന്ന ഇരുത്തത്തിൽ നബി ഇസ്തിഗ്ഫാറിനെ തേടിയിരുന്നത് ഞങ്ങൾ കണ്ടിരുന്നു എന്നാണ്. ഞങ്ങൾ എണ്ണിയിരുന്നു പ്രവാചകന്റെ ഇസ്തിഗ്ഫാറുകളെ. നബി ഒഴിഞ്ഞിരിക്കുമ്പോഴൊക്കെ നബി അസ്തഗ്ഫിറുല്ലാ 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 എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലിയിരുന്നു എന്നാണ്. സഹോദരങ്ങൾ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് എത്ര സ്ഥലത്താണ് ഇസ്തിഗ്ഫാർ തന്നിട്ടുള്ളത്? അല്ലേ? നമുക്ക് സുന്നത്തായ പലയിടങ്ങളിലുണ്ട്. നിസ്കാരം കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാ, ഇസ്തിഗ്ഫാർ നമ്മൾ തേടുന്നുണ്ട്. പലയിടങ്ങളിലും ഇസ്തിഗ്ഫാർ നമ്മുടെ ഇബാദത്തുകളുടെ ഭാഗമാക്കി തന്നെ നമ്മൾക്ക് വെച്ച് തന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അത്തരം ഇടങ്ങളിലെല്ലാം നമ്മളത് മറക്കാതിരിക്കുക. പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതാണ്. സൂറത്തു നൂഹിലെ ഈ ആയത്തുകൾ അത് നമ്മുടെ വീടിൻ്റെ വെളിച്ചമാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ വഴികാട്ടിയാണ്, നമ്മുടെ ഭാവിയിലേക്കുള്ള നമ്മൾക്കുള്ള പ്രതിസന്ധികൾക്കുള്ള പരിഹാരമാണ്. ഏത് വിഷയത്തിലും ധാരാളമായി ഇസ്തിഗ്ഫാറിനെ തേടുക. അത് നമ്മുടെ വീട്ടിലേക്ക്, കുടുംബത്തിലേക്ക്, മക്കളിലേക്ക്, ജോലിയിലേക്ക്, വരുമാനത്തിലേക്കൊക്കെ ബർക്കത്തുകൾ വരും. കുറേ ഉള്ളവർക്കല്ല വിജയിക്കാൻ സാധിക്കുക, ഉള്ളതിൽ റബ്ബിൻ്റെ ബർക്കത്ത് കിട്ടണം. 10 മക്കളുണ്ട്, 10 മക്കളും വഴിതെറ്റിപ്പോയാൽ ഒരു കാര്യമില്ല. ഒറ്റ മോനേ ഉള്ളൂ, ഉള്ളത് നന്നായാൽ അൽഹംദുലില്ലാ. 10,000 ഉണ്ട്, കോടികളുണ്ട്, ഒരു ബർക്കത്തുമില്ല. എന്നും പരാതിയും പ്രയാസവും ബുദ്ധിമുട്ടാണ്. ഇല്ല, 10,000 റുപ്യ സാലറി ഉള്ളൂ, ഒരു പ്രയാസമല്ല, ഒരു വിഷമമല്ല, നല്ല സമാധാനത്തിലാണ്. അൽഹംദുലില്ലാ. സഹോദരങ്ങളെ, കുറേ ഉണ്ടായിട്ട് കാര്യമില്ല, ഉള്ളതിൽ ബർക്കത്ത് കിട്ടണം. ഉള്ളതിൽ ബർക്കത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ആരാണ് നിങ്ങളെ കയ്യിൽ ഇത് തന്നത്? ആരാണ് 10 മക്കളെ തന്നത്? ആരാണ് 5 മക്കളെ തന്നത്? ആരാണ് ജോലി നൽകിയത്? ആരാണ് മുതൽ തന്നത്? ആരാണ് വീട് വെക്കാനുള്ള ത്വാക്കത്ത് കഴിവ് തന്നത്? ആരാണ് നടക്കാനുള്ള ഈ ആരോഗ്യം തന്നത്? ആരോഗ്യം തന്നവൻ തന്നെ അതിലേക്ക് ബർക്കത്തും ഇറക്കണം. ബർക്കത്തുള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. അത് ഇറക്കണമെന്നുണ്ട്, അത് വരണം എന്നുണ്ടെങ്കിൽ അത് വരേണ്ട വഴികൾ നമ്മൾ തേടിച്ചെല്ലണം. അതെവിടെ ഉണ്ട്? 3 അക്ഷരത്തിലുണ്ട്. 3 അക്ഷരത്തിലാണ് ജീവിത വിജയം. ഒന്ന് വാവാണ്, ഒന്ന് ഹ ആണ്, ഒന്ന് യാ ആണ്. വഹി.
വഹയാണ്. വഹയിലെല്ലാം ഉണ്ട് അല്ലേ? നിങ്ങളെ ഞാൻ സ്വർഗത്തിൽ നിന്ന് പുറത്തേക്കാക്കാൻ പോവുകയാണ്. എന്നിട്ടോ നിങ്ങളിലേക്ക് ഇതാ വരും. എന്ത് വരും? നിങ്ങളിലേക്ക് എൻ്റെ മാർഗദർശനം വരും. ആര് മാർഗദർശനത്തെ പിൻപറ്റുന്നുവോ ലാ യളില്ലു വലാ യഷ്ഖ, ലാ യളില്ലു വലാ യഷ്ഖ, വഴിതെറ്റൂല. വലാ യഷ്ഖ, ഒരു ടെൻഷനും ഒരു പ്രയാസവും ഒരു ദൗർഭാഗ്യവും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല. എൻ്റെ ഹുദ വന്നാൽ ആ ഹുദയാണ് വഹി. ആ ഹുദയാണ് വഹി. പ്രവാചകൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കാതിൽ വന്നോതി കൊടുത്തതിൻ്റെ പേരാണ് വഹി. ആ വഹിയിലാണ് നമ്മുടെ ജീവിത വിജയം കിടക്കുന്നത്. അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ അള്ളാഹുവിൻ്റെ ഖൈറും ബർക്കത്തും ഉണ്ടാകും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. بسم الله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമെന്ന് ഉപദേശിക്കാൻ ഓർത്തുകയും വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, രണ്ടാമത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരായത്ത് സൂറത്തുൻ നസ്റാൻ. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. പ്രണായത്ത് ഇറങ്ങിയത് മക്കൻ ഫത്ഹിന്റെ സമയത്താണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അങ്ങേറ്റത്തെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ഹിജ്റയുടെ തീഷ്ണതകൾ, വേണ്ടപ്പെട്ടവരെ മുന്നിലിട്ട് വധിക്കുന്നത് കണ്ട് ക്ഷമിച്ച് കണ്ണുനീർ പോലും ഒലിപ്പിക്കാൻ കഴിയാത്ത അത്രമേൽ പ്രതിസന്ധികളുടെ തീച്ചൂളയിലൂടെ പോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രയോ പോരാട്ടങ്ങൾ അങ്ങനെ കടന്നുപോയ ദിനങ്ങൾക്ക് ശേഷം വിജയത്തിൻ്റെ വഴികളെടുക്കുമ്പോൾ എന്താ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്? പ്രവാചകരെ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അല്ലാഹുവിൻ്റെ സഹായവും വിജയവും വന്നെത്തിക്കഴിഞ്ഞാൽ വറഅയ്ത الناس يدخلون في دين الله أفواجا, സംഘമായി ജനങ്ങളിങ്ങനെ വരുന്നത് പ്രവാചകരെ കാണുമ്പോൾ ആർത്തട്ടഹസിക്കല്ല, അമിതാവേശമല്ല, പിന്നെന്താണ്? കൂടുതൽ വിനയാനിധനാകുക, റബ്ബിലേക്കെടുക്കുക. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്, അല്ലാഹുവിനെ സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കൊള്ളി. പിന്നെയോ വസ്തഗ്ഫിർഹു, ഇസ്തിഗ്ഫാറിനെ തേടിക്കൊള്ളുക. ഇന്നഹു കാന, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. അപ്പോൾ സഹോദരങ്ങളെ, ഇതെന്താണ്? ഇത് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ജീവിതത്തിൽ നമ്മൾക്ക് ഏതൊരു അനുഗ്രഹം കിട്ടിയാലും നമ്മൾ എന്താ ചെയ്യേണ്ടത്? നാഥനിലേക്ക് അടുക്കാണ് വേണ്ടത്. വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങളിൽ നിന്ന് വിജയങ്ങളിലേക്ക് എത്തുമ്പോൾ നമ്മൾ നാഥനിലേക്ക് അടുക്കാണ് വേണ്ടത്. അതാണ് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത്. ഒന്നത്, ഈ ആയത്ത് അവതരിപ്പിച്ചതിന് ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളമായി പിന്നെ അവസാന കാലഘട്ടത്തിൽ ഇസ്തിഗ്ഫാർ കൊണ്ടും തസ്ബീഹ് കൊണ്ടും അധികമായിരുന്നു എന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഒരു പോയിന്റ്, നമ്മുടെയൊക്കെ ലൈഫിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിത്തുടങ്ങിയെന്ന് തോന്നിത്തുടങ്ങിയാൽ പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞ കാര്യമാണ്. ഒന്ന്, ജീവിതത്തിൽ ഏത് വിജയം കിട്ടിയാലും നമ്മൾ ഇസ്തിഗ്ഫാറും തസ്ബീഹുമാണ് അധികരിപ്പിക്കേണ്ടത്. രണ്ട്, ലൈഫിൽ നിന്ന് റിട്ടയർമെന്റിലേക്കൊക്കെ അങ്ങനെ പോകാനായി തുടങ്ങിയെന്ന് വിചാരിച്ചാൽ, അങ്ങനത്തെ ഒരു പ്രായം ഉണ്ടല്ലോ, എല്ലാവരും എപ്പോഴും വേണം, സ്വാഭാവികമാണ്. പക്ഷേ കുറേ കാലം ജീവിക്കാൻ അവസരം കിട്ടി, ഇനിയിപ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ എന്ന് തോന്നി തുടങ്ങിയാൽ പിന്നെ നമ്മൾ ഇസ്തിഗ്ഫാറിലേക്കും തൗബയിലേക്കും തസ്ബീഹിലേക്കൊക്കെ ധാരാളമായി പോവുക. മനസ്സിലായോ? അതും കൂടി ഈ ആയത്തിൻ്റെ ഒരു ഉൾവിളിയായി, അർത്ഥമായി പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്ത് അവതരിച്ചതിന് ശേഷം ധാരാളമായി ഇസ്തിഗ്ഫാറും തസ്ബീഹും അധികരിപ്പിച്ചിരുന്നു എന്ന് പണ്ഡിതന്മാർ പറയുന്നത് കാണാം. സ്വഹാബിമാർ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ പറയുന്നത് നമുക്ക് അവരുടെ ഈ ആയത്തിൻ്റെ വിശദീകരണങ്ങളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് പറഞ്ഞതിൻ്റെ ഇന്നത്തെ ഖുതുബയുടെ ചുരുക്കം ഇസ്തിഗ്ഫാറാണ്. അസ്തഗ്ഫിറുള്ളക്ക് ആകാശത്തെ പിളർത്താൻ കഴിയും. നമ്മുടെ പ്രതിസന്ധികൾ ആകാശലോകങ്ങളിലേക്ക് ഉയർന്ന് പരിഹാരങ്ങൾ കൊണ്ടുവരാൻ കഴിയും. ഇസ്തിഗ്ഫാറിനെ ആഴിയുടെ അഗാധതകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശക്തി ഇസ്തിഗ്ഫാറിലൂടെ, അള്ളാഹുവിൻ്റെ തൗഫീഖിലൂടെ നമുക്ക് ലഭിക്കും. എങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ ചെറിയ പ്രശ്നങ്ങൾക്ക് അല്ലേ, യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആഴിയുടെ അഗാധതകളിൽ നിന്ന് അള്ളാഹുവിലേക്ക് അടുത്തറിഞ്ഞപ്പോൾ ഇസ്തിഗ്ഫാർ കൊണ്ട് അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. എങ്കിൽ ഖാല റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അതാണ് ആദം നബിയും ഹവ്വയും പ്രാർത്ഥിച്ചത്. പടച്ചവനെ, നീ ഇസ്തിഗ്ഫാർ തന്നിട്ടില്ല എങ്കിൽ ആദമും ഹവ്വയും, ആദ്യപിതാവും ഉമ്മയും തകർന്നു പോകും, നശിച്ചു പോകുമെങ്കിൽ ഒന്നുമല്ലാത്ത നമ്മളോ
അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രവാചകൻ 100 തവണ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ധാരാളമാക്കുക. ഇസ്തിഗ്ഫാറും കിട്ടും, കൂടെ നമ്മുടെ പ്രതിസന്ധികൾക്കുള്ള പരിഹാരവും ഉണ്ടാകും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ, അവൻ്റെ പരിശുദ്ധ സ്വർഗ്ഗത്തെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അടിയുറച്ച് നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ജീവിച്ച് കലിമത്തുൽ ഇഖ്ലാസ് ഉച്ചരിച്ച് മരണപ്പെടുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും അള്ളാഹു നമ്മൾക്ക് ആശ്വാസത്തെ പ്രദാനം ചെയ്യുമാറാവട്ടെ. മുസ്ലിം സമൂഹത്തിന് അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين، اللهم أعز